കാൽവരി ക്രൂശിൽ വരെയും കർത്താവ് അനുഭവിച്ച കഷ്ടതകള്, ആമേൻ സ്തോത്ര വേദനകള്, നിന്ദകള്, പരിഹാസങ്ങള് എല്ലാം നമുക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ള കാര്യം ഇന്ന് രാത്രി കാലം നാം മറന്നു പോകരുത്. സ്തോത്രം. സദൃശവാക്യം 23-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. സ്തോത്രം. അരുമനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്, നമ്മുടെ ഹൃദയം അവൻ കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ശത്രു കവർന്നു കൊണ്ടുപോകുന്നത് നമ്മുടെ കർത്താവിന് സഹിക്കാവുന്നതിലും അധികമാണ്. കാരണം അവൻ നമുക്ക് വേണ്ടി വില കൊടുത്തതാ. സ്തോത്രം. വെള്ളി പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ആമേൻ, ക്രിസ്തുവിന്റെ നിർമ്മലവും നിർദോഷവുമായ പുണ്യാഹ രക്തം കൊണ്ടാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. സ്തോത്രം. അതുകൊണ്ടാണ് ദുഷ്ടന്മാർ, ജാരന്മാർ നമ്മുടെ ഹൃദയം കവരുമ്പോൾ നമ്മുടെ കർത്താവ്, ആമേൻ, സ്തോത്രം, സങ്കടപ്പെടുന്നത്, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് അതുകൊണ്ടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൽ 2-3 വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. ന്യായമായ സംശയമാണ് പൗലോസ് അപ്പോസ്തലന് ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ പ്രസംഗത്താൽ അനേകര് കോരിന്ത സഭയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ഇടയായെങ്കിലും, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, താൻ പിന്നെയും സുവിശേഷവുമായി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഈ സഭയുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് താൻ ഭാരപ്പെട്ടുകൊണ്ട് അവർക്ക് എഴുതുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം, ഇവിടെ കൂടിയിരിക്കുന്ന ഏവരും, ഹല്ലേലൂയ, കർത്താവിന്റെ മണവാട്ടികളാണ്. കർത്താവ് വരുമ്പോൾ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നിർമ്മല കന്യകമാരായിരിക്കണം. എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ ഏൽപ്പിച്ചു കൊടുത്ത? സ്തോത്രം. സഭയെ കറയും ചുളുക്കവും മാലിന്യമൊന്നുമില്ലാത്ത, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിഷ്കളങ്ക മക്കളായിട്ട്, നിഷ്കളങ്ക മണവാട്ടിയായി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് വചനത്തോടുകൂടി ജലസ്നാനത്താൽ കർത്താവ് നമ്മെ വെടിപ്പാക്കി ശുദ്ധീകരിച്ചത്. സ്തോത്രം. ഇവിടെ കോരിന്ത്യ സഭയെ കുറിച്ച് പൗലോസ്